2022 ഇതുപോലെ കാശ്മീർ ഞങ്ങളെ കൊണ്ടുപോകണം, നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഇടയ്ക്ക് 2-3 ട്രിപ്പ് ലോറിയും കൊണ്ട് കാശ്മീർ പോയി. ഞാൻ 2014 തൊട്ട് പോയി. രാജേഷും പോയി, ചേട്ടായും പോയി. അപ്പം പോയിട്ട് വരുമ്പോൾ കുറെ ഫോട്ടോ ഒക്കെ കാണിക്കുമല്ലോ നമ്മൾ. അത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്നതേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ലോറി ഓടിക്കുകയാണ് നിനക്ക് ഇന്ത്യയിലെ ലോറി പോകുന്ന എല്ലാ സ്ഥലത്തും പോകാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ കാശ്മീർ പോകാൻ വേണ്ടിട്ടാണ് ലോറി ഓടിച്ചു പഠിച്ചത്. അതെ അതെ, അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇന്ത്യയിലെ ഇപ്പം പോകാത്ത ഇനി 5-6 സ്റ്റേറ്റേ ഉള്ളൂ. സിക്കിം, അരുണാചല്, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം, മണിപ്പൂർ, ഈ 6 സ്റ്റേറ്റേ പോകാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും പോയി. നേപ്പാൾ പോയി, ഭൂട്ടാനും പോയി, ബാക്കി എല്ലാ സ്ഥലത്തും പോയി. എല്ലാ സ്റ്റേറ്റും പോയി. ചുമ്മാ ഒരു സ്ഥലത്ത് പോയി വരികയല്ലോ, ഒരുവിധം സ്ഥലങ്ങളൊക്കെ. മേഘാലയൊക്കെ ഏകദേശം ഒരു 75% സ്ഥലങ്ങളിലും പോയി. ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയപ്പം അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഓരോരുത്തരൊക്കെ വീഡിയോ കാണുന്നതല്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഈ കാശ്മീരിന്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ ആണ് ചേട്ടായി തന്നെയാ പറയുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനൽ ആക്കി ചാനലിടാം, അപ്പൊ എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെയാണ് ആ ഐഡിയ തുടങ്ങുന്നത്. അന്നേരമൊക്കെ ചുമ്മാ കുറച്ച് വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യായിരുന്നു. വന്നിട്ട് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സ്റ്റാർട്ടിങ് ഇൻട്രോ അടിപൊളിയായിരുന്നു. അതറിയാം, മറ്റേ ട്രെയിലർ അടിപൊളിയായിരുന്നു. അത് ചുമ്മാ തുടങ്ങിയതെന്ന് തോന്നില്ല, മീൻസ് പ്ലാൻ ചെയ്ത് വെച്ച പോലെ ഒന്നുമല്ലായിരുന്നു. അത് പോയപ്പോ ചുമ്മാ എടുത്ത കുറച്ച് വീഡിയോ, അതിനകത്തുനിന്ന് ട്രെയിലർ ആദ്യം റെഡിയാക്കിയിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വോയിസ് കൊടുത്തത് കേട്ടാ ഇപ്പൊ നമുക്ക് തന്നെ മാറ്റമുണ്ട്. അതൊരു 5 മിനിറ്റോ അല്ലെ 8 മിനിറ്റോ വീഡിയോയ്ക്ക് എത്ര പണി വന്നിട്ടാന്നറിയോ. നേരത്തെ ഞാൻ കുറച്ച് മുമ്പേ ലൈസൻസ് ഒക്കെ എടുത്ത് ലോറി ഓടിക്കുമെങ്കിലും അങ്ങനെ എനിക്ക് പുറത്ത് അറിയുന്നതിനോടോ അങ്ങനെ പോകാനൊക്കെ ചെറിയൊരു മടിയുണ്ടായിരുന്നു. പക്ഷേ ചേട്ടായി നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും അത് തന്നെ. നമുക്ക് ഞാനൊരു ഓടിക്കാൻ മടി കാണിച്ചാൽ എന്നോട് നല്ല ധൈര്യം തന്നെ എപ്പോഴും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ പോലും എന്നോട് പറയും അതിനൊക്കെ പറ്റും, കുഴപ്പമില്ല. അങ്ങനെ നല്ല ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. ഡ്രൈവിംഗ് പഠിച്ച കാലത്തെ ഒരു ഓമിനി വാൻ ഉണ്ടായിരുന്നു, അത് ഓടിച്ചോണ്ട് പോയിട്ട് ഇങ്ങനെ വഴക്ക് പറയുമ്പോഴത്തേക്കും നിർത്തിയിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഒത്തിരി വർഷം മുമ്പ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ഒരു 2-3 വയസ്സൊക്കെ ആയപ്പം അപ്പം ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പം ചേട്ടായുടെ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഓടിക്കണമെന്ന് ഓടിച്ചോളാൻ പറഞ്ഞു. എന്നോട് കയറി ഇരുന്ന് സ്റ്റാർട്ടാക്കിയപ്പോൾ തന്നെ വണ്ടി നിന്ന് പോകും. എന്ത് ചെയ്തു അന്നപ്പോൾ എന്നെ വഴക്ക് വന്നപ്പോഴേ ഞാൻ ഇറങ്ങിപ്പോന്നു. അതെ, അത് ഒത്തിരി വർഷം കഴിഞ്ഞ് ഞാൻ പഠിച്ചു. തീരെ ചെറുപ്പം തൊട്ടേ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയോടും എല്ലാം ഭയങ്കര ഒരു ഇതാണ് കുഞ്ഞിലെ തൊട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പിള്ളേരാണേലും ശരി, ഞാൻ വണ്ടി ഓടിക്കാൻ പറയും, ധൈര്യമായിട്ട് നമ്മൾ കൊടുക്കും. ചേട്ടായിക്ക് പേടിയില്ല ഞങ്ങളുടെ വണ്ടി തരാനായിട്ട്. ചിലർക്ക് ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിലും അച്ഛനൊക്കെ ആണെങ്കിലും അവർക്ക് കൂടുതൽ കെയറിംഗ് ഉണ്ടോ എന്തോ, ചിലർക്ക് അവർക്ക് പേടിയാണ് വണ്ടി കൊടുക്കാനായിട്ട്. അപ്പൊ അല്ല നിങ്ങൾ പേടിയാണ്. പക്ഷെ ചേട്ടായിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല.